വാർത്തകൾ സമഗ്രമായി തുടരുന്നു. കണ്ണൂർ ചെട്ടിപ്പീടികയിൽ അയൽവാസിയെ അടിച്ചുകൊന്ന കേസിൽ പ്രതികൾ അറസ്റ്റിൽ. കൊല്ലപ്പെട്ട അജയകുമാറിന്റെ അയൽവാസി ടി ദേവദാസ്, മകൻ സഞ്ജയ് ദാസ്, മകന്റെ സുഹൃത്തുക്കൾ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാർ കഴുകിയ മലിനജലം റോഡിലേക്ക് ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. നമ്പ്യാർമൊട്ടയിലെ ദേവദാസിന്റെ വീട്ടിൽ നിന്നും കാർ കഴുകിയതിന്റെ മലിനജലം റോഡിലേക്ക് ഒഴുകുന്നത് അജയകുമാർ ചോദ്യം ചെയ്തു. പിന്നീട് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. രാത്രി 9 മണിയോടെ ദേവദാസും മക്കൾ സഞ്ജയ് ദാസ്, സൂര്യദാസ്, ഇവരുടെ സുഹൃത്ത് എന്നിവർ ചേർന്ന് വീടിനു സമീപത്തെ കടയിൽ വെച്ച് അജയകുമാറിനെ അടിച്ചു കൊലപ്പെടുത്തി. ഹെൽമറ്റും കല്ലും വടികളും ഉപയോഗിച്ചാണ് മൃഗീയമായി അജയകുമാറിനെ മർദ്ദിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. തലക്കും ഇതൊക്കെ ഹെൽമറ്റ് കൊണ്ട് അടിക്കുക, കല്ല് കസേല, ആ കസേലയെല്ലാം അവിടെ ഉണ്ട് വലിച്ചു ചാടിയിട്ട്. പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇത് അടിക്കാനാണെന്നുള്ളൊരു പ്രതീക്ഷയില്ലല്ലോ. വണ്ടി മാത്രമല്ല കഴുകല്, അവര് ഈ മറ്റുള്ള തിരുമ്പിയ വെള്ളവും തുണി തിരുമ്പിയ വെള്ളവും എല്ലാം റോട്ടുമേലേക്ക് വെക്കും. അപ്പോൾ ഇവർ തമ്മിൽ നേരത്തെ അതിന് പറയാനുണ്ട്. പക്ഷേങ്കിൽ ഇതൊരു ക്യാരക്ടർ, ഒരു തല്ലിപ്പൊളി ക്യാരക്ടറാണ്. പിന്നെ ഓൻ്റെ മോനും 2 മക്കളും പിന്നെ വേറെ ഏതോ ഒരു പയ്യൻ, ആ പയ്യൻ ഏതാണെന്ന് അറിയില്ല. കേസിൽ ദേവദാസിനെയും 2 മക്കളെയും സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയൽവാസികളായ ദേവദാസും അജയകുമാറും മുൻപ് തർക്കങ്ങൾ ഉണ്ടായതായി അറിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവരെ അച്ഛനും 2 മക്കളും പിന്നെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നാണ് പറഞ്ഞത്. അത് നമ്മളറിയില്ല ആരാണ്. വ്യക്തമായിട്ടൊന്നും എൻ്റെ അറിവിലില്ല. ഇത് ഈ ഒരു ഇന്നലത്തെ ഒരു വിഷയം മാത്രമേ നമ്മുടെ അറിവിലുള്ളൂ. വേറെ ഇതിന് മുന്നുള്ള ഇഷ്യൂസിൻ്റെ ഭാഗമൊന്നുമല്ല ഇത്. അങ്ങനെ ഒരു ഇഷ്യൂ നമ്മൾ അറിവിലില്ല. മദ്യലഹരിയിലാണ് ദേവദാസും മക്കളും ആക്രമണം നടത്തിയെന്ന സംശയവും നാട്ടുകാർ പങ്കുവയ്ക്കുന്നു. റിപ്പോർട്ടർ, കണ്ണൂർ.